ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ 9ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ, അതെ, ആരാണ് പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഏകദേശം നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു 9ാമത്തെ ആഴ്ച പുറത്തേക്ക് പോയിരിക്കുന്നത് RJ ആനന്ദിയാണെന്നാണ് അറിയുന്നത്. അതുപോലെ ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നടന്ന ബിഗ് ബോസ് ടീമിന്റെ ഡിസ്കഷനിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡബിൾ എവിക്ഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അവസാന നിമിഷം മാറ്റുമോ എന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ ഈ ഒരാഴ്ച ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ RJ ആനന്ദി, അതുപോലെ തന്നെ സാച്ചന, സത്യ, തർഷിക, രഞ്ജിത്ത്, റയാൻ എന്നിവരൊക്കെയാണ്. അപ്പം അതിൽ സാച്ചനയ്ക്കും അതുപോലെ തന്നെ RJ ആനന്ദിക്കുമാണ് ഏറ്റവും വോട്ടുകൾ കുറവുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടക്കുന്നത് പോലെ സാച്ചനെ ഈ ഒരു ആഴ്ചയും സേവ് ചെയ്യുമോ എന്നതിനെ കുറിച്ച് അറിയത്തില്ല. ബിഗ് ബോസിന്റെ താല്പര്യം എന്താണെന്നും അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു 100% ഉറപ്പ് എല്ലാ കേസിലും പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഡബിൾ എവിക്ഷനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കണം. അപ്ഡേറ്റുകൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. സാച്ചന ആയിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത് സാച്ചന പുറത്തേക്ക് പോകണമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ RJ ആനന്ദിയുടെ എവിക്ഷനും പ്രേക്ഷകരൊക്കെ കഴിഞ്ഞ ആഴ്ചകൾ എന്ന് മാത്രമല്ല, തുടങ്ങി 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മുതൽ കാത്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കുറച്ചെന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം സംസാരിക്കുന്നു. ഗെയിമുകളിലൊക്കെ സീറോ എന്താ പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ആണ് ആനന്ദിയെ സംബന്ധിച്ച്. വെറുതെ ഡയലോഗ് അടിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫെമിനിൻസ് ക്യാരക്ടർ എന്തോ ഉണ്ട പോലെ, കാരണം ജെൻസിനോട് കുറച്ച് താല്പര്യമില്ലായ്മയും അല്ലെന്നുണ്ടെങ്കിൽ അവരോട് എന്തോ ഒരു വിരോധമുള്ളതുപോലെയൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. അല്ലാതെ പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും തന്നെ കൊടുക്കുന്നില്ല. പിന്നെ കൂടുതലും മാനിപ്പുലേഷൻസ് ആണ്, സംസാരിച്ച് പലർക്ക് നേരെയും തിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സംസാരം പ്രേക്ഷകർക്കിടയിലുമുണ്ട്. കാണുമ്പോൾ തന്നെ വളരെ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരവും അതുപോലെ തന്നെ മാനിപ്പുലേഷൻ നടത്തുന്നതായി പല എപ്പിസോഡുകളിലും ലൈവിലാണെന്നുണ്ടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു താല്പര്യവുമില്ലാത്ത അല്ലെങ്കിൽ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് RJ ആനന്ദി. അതുകൊണ്ട് തന്നെ ഈ ഒരു 9ാമത്തെ ആഴ്ച RJ ആനന്ദി ഫൈനലി പല എവിക്ഷനിൽ നിന്നും അതുകൊണ്ട് തന്നെ എസ്കേപ്പ് ആയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ കണ്ടസ്റ്റൻസ് നോമിനേറ്റ് ചെയ്യാൻ പോലും മറന്നു പോകുന്നുണ്ട് ഈ ഒരു കണ്ടസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ എസ്കേപ്പ് ആയി വന്നു. 1-2 തവണ എന്തോ ഇതുവരെയും നോമിനേറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ പലതവണ എസ്കേപ്പുമായി. അപ്പം ഏതായാലും ഈ ഒരു ആഴ്ച എസ്കേപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. RJ ആനന്ദി 9ാമത്തെ ആഴ്ച എവിക്റ്റ് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു എവിക്ഷന് വേണ്ടി കാത്തിരിക്കാം. 2 ഡബിൾ എവിക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അത് സാച്ചനയാണോ അതോ പകരം നമ്മുടെ ജെൻസിന്റെ സൈഡിൽ നിന്ന് റയാൻ, രഞ്ജിത്ത്, സത്യ ഇവരിൽ ഒരാളാകുമോ അതോ തർഷിക ആയിരിക്കുമോ അതോ സാച്ചന തന്നെ ആകുമോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.